Hi, hello, dear students. Welcome back to Future Plus Academy. Srinagaraguru Open University first semester UG PG students in the examination date വന്നു. അതായത് മാർച്ച് ഫസ്റ്റ് വീക്ക് ആണ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷന്റെ ഡേറ്റ്. 2024 അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോ അതില് ഈ ഡിസബിലിറ്റി കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, സ്പെഷ്യൽ ഇതിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷ എഴുതാനും മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യകതകൾ കാരണം അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഇറക്കി, ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അറിയാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് സർവകലാശാല പരീക്ഷകൾ എഴുതുന്ന ഭിന്നശേഷിക്കാരായ പഠിതാക്കൾ അർഹമായ പരീക്ഷാ ആനുകൂല്യങ്ങൾ, സ്ക്രൈബ്, അധിക സമയം, ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മുൻകൂറായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതുവരെയും അപേക്ഷ സമർപ്പിക്കാത്ത വിവിധ പ്രോഗ്രാമുകളിൽ പഠിതാക്കൾ സർവകലാശാലയുടെ വെബ്സൈറ്റിൽ www.sgou.ac.in എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്. അതിൽ നൽകിയിരിക്കുന്ന മാതൃകാ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, യുണീക് ഡിസബിലിറ്റി കാർഡ്, സ്റ്റുഡന്റ് ID കാർഡ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം പരീക്ഷാ കൺട്രോളർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കുരീപ്പുഴ കൊല്ലം എന്ന അഡ്രസ്സിലേക്ക് 15/2 അതായത് ഫെബ്രുവരി 15-ാം തീയതിക്കകം കിട്ടത്തക്ക വിധം തപാൽ വഴി അയക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ കണ്ണിന് പ്രശ്നമുള്ള കുട്ടികള്, വിഷന് ഭയങ്കര പ്രശ്നമുള്ള കുട്ടികൾ, അതുപോലെ തന്നെ മറ്റ് ശാരീരിക ആവശ്യതകൾ, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റോട് കൂടി അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ID കാർഡും സ്റ്റുഡന്റ് ID കാർഡും ആധാർ കാർഡും എന്നിവയുടെ പകർപ്പ് സഹിതം എന്ന് നിങ്ങൾ എവിടേക്ക് അയക്കണം? നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പരീക്ഷാ കൺട്രോളർ SGO യൂണിവേഴ്സിറ്റി കുരീപ്പുഴ കൊല്ലം എന്ന അഡ്രസ്സിലേക്ക് ഫെബ്രുവരി 15-നകം നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്ന അതത് പരീക്ഷാ സെന്ററുകളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അർഹമായ സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതായത് അധിക സമയം നിങ്ങൾക്ക് ലഭിക്കും, ഗ്രേസ് മാർക്ക് ലഭിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ സ്ക്രൈബിനെ വെച്ച് വേറൊരാളെ വെച്ച് നിങ്ങൾക്ക് എഴുതാനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി ചെയ്തു തരുന്നുണ്ട്. പക്ഷെ വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ, മാതൃകാപരമായ രീതിയിൽ നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിക്ക്, അത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് അതിന് കുറവുണ്ട് എന്നുള്ളത്, ആ ഒരു ഭിന്നശേഷി തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്താൽ മാത്രമേ അവരത് പരിഗണിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കാം. ആരെങ്കിലും ഈ രീതിയിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ആനുകൂല്യമാണ്. കാരണം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പറയുന്ന 3 മണിക്കൂർ സമയത്തിൽ അവർക്ക് ചിലപ്പോൾ എഴുതി തീരുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി നമ്മൾ സ്പെഷ്യൽ കാറ്റഗറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് അതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ നിങ്ങൾ ഇതൊന്ന് കൺസിഡർ ചെയ്ത് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.